നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പെൺമക്കളുടെ വിവാഹത്തിന് 50,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. സർക്കാരിൻ്റെ ഈ പദ്ധതി കൂടുതൽ ആളുകൾ അറിയാത്തത് കൊണ്ട് തന്നെ അപേക്ഷകൾ വളരെ കുറവാണ്. അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും ഇപ്പോൾ തന്നെ പണം ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ പിതാവ് മരണപ്പെട്ട ആളുകൾക്കാണ് ഈ അപേക്ഷയിൽ പണം സർക്കാർ അനുവദിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ 50,000 രൂപ വരെ ഈ പദ്ധതി കൊണ്ട് ലഭിക്കുന്നുണ്ട്. ഒരുപാട് അപേക്ഷകൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം പണം ലഭിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അപേക്ഷകൾ വളരെ കുറവാണ് ഓരോ പഞ്ചായത്തിലും. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡ്, രക്ഷിതാവിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ള രേഖകൾ. ഓൺലൈൻ വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ട മരണ സർട്ടിഫിക്കറ്റ് കൂടി വെക്കേണ്ടി വരും. കല്യാണത്തിന് മുമ്പാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 വർഷം വരെയാണ് ഇതിന് കാലാവധി ഉള്ളത്. അങ്ങനെ അപേക്ഷിക്കുകയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ അവരുടെ അന്വേഷണം ഉണ്ടായിരിക്കും. സാമ്പത്തികമായി നമ്മുടെ നിലയും മറ്റു കാര്യങ്ങളും അവരുടെ രീതിയിലൊരു അന്വേഷണം ഉണ്ടാകും. അതെല്ലാം ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർമാർ വഴിയുമാണ് അന്വേഷണം നടത്തുക. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവരുടെ അപേക്ഷ സമർപ്പിക്കുകയും അവിടെ നിന്നാണ് പണം അനുവദിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ 50,000, 40,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. മാക്സിമം 50,000 രൂപ വരെയും മിനിമം 25,000 രൂപയുമാണ് ലഭിക്കുക. 25,000-ൻ്റെയും 50,000-ത്തിനും ഇടയിലുള്ള സംഖ്യയാണ് എല്ലാ ആളുകൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള ധനസഹായം ലഭിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി തന്നെയാണ് ഇതിന് അപേക്ഷ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത്. ഇതിനെറ്റി കൂടുതൽ അറിയാൻ നിങ്ങളുടെ വാർഡ് മെമ്പറെയോ വാർഡ് കൗൺസിലുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതില്ലെങ്കിൽ സ്മാർട്ടിൽ നിന്ന് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് പണം കെട്ടിക്കിടക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ ഇപ്പോൾ എവിടെ എത്തി, എന്നാണ് നമുക്ക് പണം അനുവദിക്കുക, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ അപേക്ഷയുടെ സ്റ്റാർട്ട്സ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.